ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞാൻ ലാസ്റ്റ് ഇയർ ഡിസംബറിൽ കാശ്മീരിലേക്ക് പോയ ട്രിപ്പിൻ്റെ കുറച്ച് വീഡിയോസാണ്. എല്ലാ യാത്രാപ്രേമികളുടെയും ബക്കറ്റ് ലിസ്റ്റിലുള്ള കാശ്മീരിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമ്മുടെ ഈ യാത്ര ആരംഭിച്ചത് ട്രിവാൻഡ്രത്ത് നിന്നാണ്. ട്രിവാൻഡ്രം ടു ഡൽഹി വരെ നമ്മൾ ബൈ ഫ്ലൈറ്റ് റീച്ചായി. ഡൽഹിയിൽ നിന്ന് നമ്മൾ ജമ്മു താവി വരെ എത്തിയത് വന്ദേ ഭാരതിലാണ്. ഏകദേശം ഒരു 7 മണിക്കൂറിൻ്റെ യാത്ര ഉണ്ടായിരുന്നു ജമ്മു താവി വരെ. ജമ്മു താവിയിൽ നിന്ന് നമ്മൾ ശ്രീനഗർ വരെ എത്തിയത് ബൈ റോഡാണ്. നമ്മളിപ്പോൾ ഉധംപൂർ ശ്രീനഗർ റോഡിലാണ്. ദൂരെ സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാം. ഏകദേശം ഒരു 7 മണിയായിട്ടുണ്ട് ഇപ്പോൾ. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ നോർത്ത് ഇന്ത്യൻ ട്രിപ്പാണിത്. കാശ്മീരിൽ നമ്മുടെ പ്രീപെയ്ഡ് സിം ഒന്നും വർക്കാവില്ല. ഒന്നെങ്കിൽ നമ്മൾ പോസ്റ്റ് പെയ്ഡ് സിം കൊണ്ടുവരിക. ഇവിടെ സിം അവൈലബിൾ ആണ്. പോകുന്ന വഴിക്ക് അനന്തനാഗ് എന്ന സ്ഥലത്തുനിന്ന് വണ്ടി നിർത്തിയതാണ്. ഇവിടെ നിന്നാണ് കാശ്മീർ വില്ലോ ബാറ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്നത്. സലിക് സൽവ അല്ലെങ്കിൽ വൈറ്റ് വില്ലോ എന്ന് അറിയപ്പെടുന്ന മരം വെച്ചിട്ടാണ് ഇവ നിർമ്മിക്കുന്നത്. കാശ്മീരിലെ ബാറ്റ് വ്യവസായം 150 വർഷങ്ങളോളം പാരമ്പര്യമുള്ളതാണ്. ഈ പ്രദേശങ്ങളിൽ 400ഓളം യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. വർഷത്തിൽ ലക്ഷക്കണക്കിന് ബാറ്റുകൾ ഇവിടെ നിന്നാണ് ഇന്ത്യയിലെയും വിദേശ വിപണിയിലെയും താരങ്ങൾക്ക് എത്തുന്നത്. കാശ്മീർ വില്ലോ വില കുറഞ്ഞതും കരുത്തുറ്റതുമാണ്. ഇപ്പോൾ നമ്മൾ കാസിഗുണ്ട് ബൈപ്പാസ് കയറി. ഇവിടുന്ന് ശ്രീനഗറിലേക്ക് ഏകദേശം 70 കിലോമീറ്റർ ഉണ്ട്. റോഡിന്റെ സൈഡിലായി വീടുകൾ കാണാം. ഇവിടുത്തെ വീടുകൾ സാധാരണയായി നിർമ്മിക്കുന്നത് മരം, കല്ല് എന്നിവ ഉപയോഗിച്ചാണ്. തണുപ്പുള്ള പ്രദേശമായതുകൊണ്ടാണ് ഈ രീതിയിൽ വീടുകൾ നിർമ്മിക്കുന്നത്. ദേ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഭൂമിയിലെ പർദീസയുടെ ഹൃദയം, അതായത് കാശ്മീരിന്റെ ഏറ്റവും മനോഹരമായ തടാകം ദാൽ ലേക്ക്. ശ്രീനഗറിലെ ഭൂരിഭാഗം ജനങ്ങളും ഷിക്കാരകളെയും ദാൽ തടാകത്തിനെയും ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഈ ഷിക്കാര ബോട്ടൊക്കെ ഭയങ്കര കളർഫുള്ളാണ്. അതുപോലെ തന്നെ ഷിക്കാര യാത്രകളും വളരെ മനോഹരമാണ്. ദാൽ ലേക്കിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ചയാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ. ഇവിടുത്തെ വിഷ്വൽസ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇവിടെ നമ്മൾ വലിയ സ്റ്റേയോട് കൂടിയ ഷിക്കാരകളും അവൈലബിൾ ആണ്. ദാൽ ലേക്കിന് സമീപം തന്നെയാണ് നമ്മളും സ്റ്റേ എടുത്തിരുന്നത്. അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ശ്രീനഗറിൽ നിന്ന് നമ്മൾ ഗുൽമർഗിലേക്കാണ് യാത്ര തിരിക്കുന്നത്. ഗുൽമർഗിലേക്ക് ഇവിടെ നിന്ന് ഏകദേശം 3 മണിക്കൂർ ട്രാവൽ ഉണ്ട്. ഗുൽമർഗിലേക്കുള്ള യാത്രക്കിടയിൽ നമ്മൾ ആദ്യമായി എത്തുന്ന ഒരു ഐക്കോണിക് സ്പോട്ടാണ് തൻമർഗ്. തൻമർഗിൽ നിന്ന് നമുക്ക് പീർപ്പാഞ്ചൽ മലനിരകളെ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന മരങ്ങളാണ് ദേവദാരു. തന്മാർഗ് എത്തിയ ശേഷം നമ്മൾ വന്ന വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നൊരു 4x4 വണ്ടിയിലാണ് നമ്മൾ ഗുൽമർഗിലേക്ക് പോകുന്നത്. പോകുന്ന വഴിയിൽ മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് ദ്രങ് വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ പോകുന്നത്. ദ്രങ് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിയാണ്. ഈ വഴിയിൽ എല്ലായിടവും മഞ്ഞ് വീണ് കിടക്കുന്നത് കാണാം. എന്ത് ഭംഗിയാണല്ലേ ഈ മഞ്ഞൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്ന കാണാൻ. ഇതാണ് ദ്രങ് വെള്ളച്ചാട്ടം. ഇപ്പൊ നിങ്ങൾ കാണുന്ന രൂപത്തിലല്ല, ഇപ്പൊ മഞ്ഞ് വീണ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് ഫുള്ളി ഫ്രോസൺ ആയി പോകും. പ്രദേശം നല്ല മഞ്ഞ് വീഴ്ചയുള്ള പ്രദേശമാണ്. അതുകൊണ്ടാണ് ഇത് ഫുള്ളി മഞ്ഞ് വീണ് ഇങ്ങനെ കവേർഡായി കിടക്കുന്നത്. മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ്. നമുക്ക് അധിക നേരം സ്പെൻഡ് ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലെ അടുത്ത പ്ലേസായ ഗൊണ്ടോള റൈഡിലേക്കാണ് നമ്മൾ അടുത്ത് പോകുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗൊണ്ടോള റൈഡുകളിൽ ഒന്നാണ് ഗുൽമർഗിലെ ഗൊണ്ടോള. ദ്രങ്ങിൽ നിന്ന് ഏകദേശം 10-15 കിലോമീറ്റർ ദൂരമുണ്ട്. ദ്രങ്ങിൽ നിന്ന് ഗുൽമർഗിലേക്കുള്ള കാഴ്ച ഭയങ്കര വിഷ്വൽ ട്രീറ്റ് ആണ്. റോഡിന്റെ 2 സൈഡിലും പൈൻ മരങ്ങൾ, ദൂരെ മഞ്ഞുമൂടിയ മലകൾ. എത്ര ദൂരം നോക്കിയാലും മഞ്ഞുമലകൾ മാത്രം നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഏകദേശം അരമണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് ഗുൽമർഗിലെ ഗൊണ്ടോള റൈഡിലെത്തിയത്. ഇത് ശരിക്കും ഒരു സ്വിസ് വില്ലേജ് പോണക്കുണ്ട്. ഇവിടെ നല്ല തിരക്കുണ്ട്. ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഗൊണ്ടോളയ്ക്ക് പ്രധാനമായ 2 ഫേസ് ആണുള്ളത്. ഫേസ് 1 എന്ന് പറയുന്നത് ഗുൽമർഗ് മുതൽ കൊഗ്ദോരി വരെയും ഫേസ് 2 എന്ന് പറയുന്നത് കൊഗ്ദോരി മുതൽ അഫർവത് പീക്ക് വരെ.
തന്നെ ഏറ്റവും ഉയരമുള്ള കേബിൾ കാർ റൈഡുകളിൽ ഒന്നാണിത്. ഭയങ്കര ഹൈപ്പാണ്. നമ്മളിപ്പോൾ ഫേസ് 1 കയറിയിട്ടുണ്ട്. ഫേസ് 1 ഏകദേശം ഒരു 9 മിനിറ്റ് ആണ്. നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട പൈൻ മരങ്ങളൊക്കെ ഭയങ്കര ചെറുതായിട്ട് നമ്മുടെ ഒരു ബ്രൊക്കോളി ഷേപ്പിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ഈ വ്യൂ. നമ്മളങ്ങനെ യാത്ര ചെയ്ത് കൊഗ്ദോരി ഫേസ് 1 എത്തിയിരിക്കുകയാണ്. ഇവിടെ മഞ്ഞിന്റെ കുറേ ആക്ടിവിറ്റികളൊക്കെ ചെയ്യാം. ഇനിയാണ് ഏറ്റവും സാഹസികമായ ഫേസ് 2 അഹർവത് പീക്കിലേക്ക്. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ വേറെ ലെവലാണ്. നമ്മൾ ഏകദേശം 13,000 അടിക്ക് മുകളിലാണ് ഇപ്പം. ചെറുതായിട്ട് നമുക്ക് ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്സിജന്റെ അളവൊക്കെ ഇവിടെ കുറവാണ്. മുകളിലേക്ക് പോകുമ്പോൾ ഒന്ന് സ്റ്റക്കായി. ആദ്യം ഞങ്ങളൊന്ന് പേടിച്ചു, പക്ഷേ അത് പിന്നീടാണ് അറിയാൻ സാധിച്ചത്. നമ്മളിങ്ങനെ ഹൈറ്റിലേക്ക് പോകുന്നതുകൊണ്ട് അവരിങ്ങനെ നിർത്തി കൊണ്ടുപോകുന്നതാണ്. നമ്മൾ സെക്കൻഡ് ഫേസിന്റെ എൻഡിൽ അഹർവത് പീക്കിൽ എത്തിയിരിക്കുകയാണ്. ഒരു പീർപ്പാഞ്ചൽ മലനിരകളും മനോഹരമായ ദൃശ്യം കാണാൻ സാധിക്കും. നമ്മളങ്ങനെ തിരിച്ച് ശ്രീനഗറിലേക്ക് പോവുകയാണ്. നമ്മളവിടെ ഏറ്റവും ടോപ്പിലായിരുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ഫോൺസ് ഒക്കെ തന്നെ മിസ്ബിഹേവ് ചെയ്യുന്നുണ്ടായിരുന്നു. ലൈഫിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട, അനുഭവിക്കേണ്ട ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ് ഈ ഗൊണ്ടോള റൈഡ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗുൽമർഗിലെ ഗൊണ്ടോള റൈഡിന് വേണ്ടി മാത്രം ഇങ്ങോട്ടേക്ക് വരാം. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള 2ാമത്തെ കേബിൾ കാർ റൈഡാണ് ഗുൽമർഗിലെ ഗൊണ്ടോള. ഏകദേശം ഒരു 3000 മീറ്ററും എബോവിലാണ് നമ്മൾ ഈ സെക്കൻഡ് ഫേസിൽ പോയില്ലേ. അത് നമുക്ക് ക്യൂ ഒഴിവാക്കാനാണ് ഈ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാന്ന് പറഞ്ഞത്. ജമ്മു ആൻഡ് കാശ്മീർ കേബിൾ കാർ കോർപ്പറേഷന്റെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. അവിടെ നിന്നാൽ നമുക്ക് പാകിസ്ഥാൻ അതിർത്തിയിലെ ചില ഭാഗങ്ങളൊക്കെ കാണാൻ സാധിക്കുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. വിന്ററിൽ ഇവിടെയാണ് ഏഷ്യയിലെ ഏറ്റവും മികച്ച സ്കീയിങ് നടക്കുന്നത്. അന്ന് നൈറ്റ് നമ്മൾ ശ്രീനഗറിൽ സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസം സോൻമർഗിലേക്കാണ് നമ്മൾ പോയത്. ശ്രീനഗറിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്ററോളമാണ് സോൻമർഗിലേക്കുള്ള ദൂരം. നമ്മൾ നാഷണൽ ഹൈവേ 1 വഴിയാണ് പോകുന്നത്. കാശ്മീരിലെ താഴ്വരയിൽ ഏറ്റവും മനോഹരമായ റോഡുകളാണിത്. ഒരു 2-3 മണിക്കൂർ എടുക്കും നമ്മൾ അവിടെ എത്താൻ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 9,000 അടി ഉയരത്തിലാണ് സോൻമർഗ്. സോൻമർഗിലെ ഏറ്റവും വലിയ ആകർഷണം താജ്വാസ് ഗ്ലേസിയർ ആണ്. ഇവിടേക്ക് ഒന്നെങ്കിൽ കുതിരപ്പുറത്തേക്ക് പോകാം, അല്ലെങ്കിൽ 3 കിലോമീറ്ററോളം നടക്കണം. നമ്മൾ കുതിരപ്പുറത്താണ് പോയത്. ആദ്യമൊക്കെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കുതിരപ്പുറത്ത് കയറാൻ, കാരണം കുതിരയുടെ പുറത്തുള്ള ആദ്യത്തെ യാത്രയാണിത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വ്യൂ ഒക്കെ കണ്ട് അതിനെ ആസ്വദിച്ചിരുന്നപ്പോഴത്തേക്ക് ഈ പേടിയെല്ലാം അങ്ങ് പോയി. ഞങ്ങളുടെ കാശ്മീർ യാത്ര ഇവിടെ പൂർത്തിയാകുകയാണ്. നിങ്ങളുടെ യാത്രാ ലിസ്റ്റിൽ കാശ്മീർ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്തോളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.